ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ ചിക്കൻ ഡിഷുമായിട്ടാണ് ഡാഡി ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ഡാഡിയോട് തന്നെ ചോദിക്കാം. റെസ്റ്റോറൻറ്റുകൾ മാത്രം ലഭിക്കുന്ന ഒരു ചിക്കൻ ഡിഷാണ് ചിക്കൻ 65. ഇത് നമ്മൾ പലരും റെസ്റ്റോറൻറ്റുകളൊക്കെ പോയി കഴിച്ചിട്ടുള്ളതാണ്. റെഡിഷ് കളറൊക്കെ കൊടുത്ത് വളരെ വിഭവസമൃദ്ധമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നാൽ ഞാനിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ യാതൊരു വിധമായ കളർ കോമ്പിനേഷനും ഇല്ലാതെ വളരെ രുചികരമായ രീതിയിൽ നമ്മുടെ നാടൻ സ്റ്റൈലുണ്ടാക്കിയതായ ഒരു ഡിഷാണ് ചിക്കൻ 65. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 750 ഗ്രാം ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി വെക്കാം. അരമണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യണം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതായ മിക്സുകളൊക്കെ ചേർക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ 65ൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 3 മുട്ട ഉടച്ചൊഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഒരു 3 പച്ചമുളക് അരച്ച് വെച്ചതാണ്, അതോടെ ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 കപ്പ് തൈര്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ 750 ഗ്രാം ഇതിലേക്ക് ചേർക്കുകയാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെക്കാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു മിനിമം 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ഞങ്ങൾ ഇതിനകത്ത് യാതൊരു വിധമായ കളറും ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അതിനകത്ത് കളറൊക്കെ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് വറക്കുകയാണെങ്കിൽ കുറച്ച് റെഡിഷ് കളർ വരും. ഇത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു കളറും ഇതിനകത്ത് ചേർക്കാറില്ല. അപ്പോൾ ഇത് സാധാ സ്റ്റൈലിലുള്ളതായ ചിക്കൻ 65 ആണ്. 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിടാം. ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. സ്ട്രെയിനറിലേക്ക് കോരിയാണ്. ചിക്കൻ 65 എല്ലാം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനകത്ത് യാതൊരു വിധമായ കളറുകളും ഞങ്ങൾ ചേർത്തിട്ടില്ല. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായതുകൊണ്ട് യാതൊരു കളറും ചേർക്കാതാണ് വറുത്ത് പോയിരിക്കുന്നത്. ഇതേ ലെവലിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കണം. എന്നിട്ട് കമൻസുകളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ്.